ഹലോ ഫ്രണ്ട്സ്, GSTയുമായി ബന്ധപ്പെട്ട പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ GSTയുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രധാനപ്പെട്ട ഫാക്ട്സ്, ദെൻ എന്താണ് HSN കോഡ്, SAC കോഡ്, GST ഐഡന്റിഫിക്കേഷൻ നമ്പർ, GST നെറ്റ്വർക്ക് തുടങ്ങിയ കാര്യങ്ങളും, ദെൻ ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസും മോഡൽ ക്വസ്റ്റ്യൻസും ഒക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ദെൻ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് ടാക്സ് കാസ്കേഡിംഗ്, ടാക്സ് പിരമിഡിംഗ്, വാല്യൂ അഡീഷൻ, സീറോ റേറ്റഡ് സപ്ലൈ, GST കൗൺസിൽ. അപ്പോൾ കഴിഞ്ഞ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കാണാം. ഈ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് കാണാവുന്നതാണ്. എന്താണ് ടാക്സ് കാസ്കേഡിംഗ്, ടാക്സ് പിരമിഡിംഗ്, വാല്യൂ അഡീഷൻ തുടങ്ങിയ കാര്യങ്ങൾ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ തന്നെ അതിന്റെ മീനിങ് അടക്കം നമുക്ക് പറയാം. First one, the incidence of tax on tax is called tax on tax incidence നെ പറയുന്ന പേരെന്താണ്? ഓപ്ഷൻ എ ഇൻഡയറക്റ്റ് ടാക്സ്, ബി ടാക്സ് പിരമിഡിംഗ്, സി ടാക്സ് ഇവേഷൻ, ഡി ടാക്സ് കാസ്കേഡിംഗ്. അപ്പോൾ ഇതില് ഇൻഡയറക്റ്റ് ടാക്സ് എന്താണ്, ടാക്സ് ഇവേഷൻ എന്താണെന്ന് നമുക്കറിയാം. ടാക്സ് ഇവേഷൻ ടാക്സ് വെട്ടിപ്പാണ്. ഇൻഡയറക്റ്റ് ടാക്സ് എന്താണെന്ന് കൃത്യമായ രീതിയിൽ നമുക്കറിയാം. ഇൻഡയറക്ട്ലി പേയ്മെന്റ് ഓഫ് ടാക്സ് ആണ്. അതിൽ കൺഫ്യൂഷൻസ് ഉണ്ടാവുക ടാക്സ് പിരമിഡിങ്ങും അതുപോലെ തന്നെ ടാക്സ് കാസ്കേഡിംഗ് ആണ് കൺഫ്യൂഷൻസ് ഉണ്ടാവുക. അപ്പൊ ഇത് രണ്ടും എന്താണെന്ന് കൃത്യമായ രീതിയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ നമ്മൾ ടാക്സ് പിരമിഡിംഗ് എന്താണ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം. ടാക്സ് ബിക്കംസ് എ പാർട്ട് ഓഫ് ദി കോസ്റ്റ് ആൻഡ് ദിസ് പ്രോസസ് വിൽ കണ്ടിന്യൂ അൺടിൽ ദ പ്രൊഡക്റ്റ് ഈസ് ഫൈനലി സോൾഡ്. ടാക്സ് പിരമിഡിംഗ് എന്ന് പറയുന്നത് ടാക്സ് ബിക്കംസ് എ പാർട്ട് ഓഫ് ദി കോസ്റ്റ്, ഒരു കോസ്റ്റ് ഓഫ് പ്രൊഡക്റ്റിന്റെ പാർട്ടായിട്ട് ടാക്സ് വരികയാണ് എന്നുണ്ടെങ്കിൽ അതിനെ ടാക്സ് പിരമിഡിംഗ് എന്ന് പറയാം. ദിസ് പ്രോസസ് വിൽ കണ്ടിന്യൂ അൺടിൽ ദ പ്രൊഡക്റ്റ് ഈസ് ഫൈനലി സോൾഡ്. ഒരു പ്രൊഡക്റ്റ് മാനുഫാക്ചറർ കയ്യിൽ നിന്നും പ്രൊഡക്റ്റ് കൺസ്യൂമറിലേക്ക് എത്തുന്നത് വരെ ആ കോസ്റ്റിന്റെ കൂടെ ടാക്സ് ആഡ് ചെയ്ത് വരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ, ടാക്സ് പിരമിഡിംഗ് എന്ന് പറയാം. കൃത്യമായ രീതിയിൽ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു സെല്ലർ ഒരാൾക്ക് വിൽക്കുകയാണ്, ഒരു ബയർക്ക് വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സെല്ലർ ആ കോസ്റ്റ് ഓഫ് പ്രൊഡക്റ്റിന്റെ മുകളിൽ ടാക്സ് ഈടാക്കിയിട്ടാണ് എന്ത് ചെയ്യുക, ബയ്യർക്ക് വിൽക്കുക. എ എന്നൊരു സെല്ലർ ബിക്ക് വിറ്റു എന്ന് വിചാരിക്കാം. ബി എന്ത് ചെയ്തു, സിയിലേക്ക് വിൽക്കുകയാണ്, സിക്ക് കൊടുക്കുകയാണ്, വിൽക്കുകയാണ്, സെല്ല് ചെയ്യാണ്. അപ്പൊ ബി എന്ത് ചെയ്യും, ആ കോസ്റ്റ് ഓഫ് പ്രൊഡക്റ്റിന്റെ മുകളിൽ വീണ്ടും എന്ത് ചെയ്യും, ടാക്സ് ഈടാക്കിയിട്ടാണ് സിക്ക് കൊടുക്കുക. ഇനിയിപ്പോ സി മറ്റൊരാൾക്ക് വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സിക്ക് എന്ത് ചെയ്യും, ആ കോസ്റ്റ് ഓഫ് പ്രൊഡക്റ്റിന്റെ കൂടെ വീണ്ടും എന്ത് ചെയ്യും, ടാക്സ് ഈടാക്കിയിട്ടാണ് എന്ത് ചെയ്യുക, ഡിയിലേക്ക് കൊടുക്കുക. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഗുഡ്സ് കൺസ്യൂമറിലേക്ക് എത്തുന്നത് വരെ ആ കോസ്റ്റിന്റെ കൂടെ ഈ ടാക്സ് ഇങ്ങനെ ആഡ് ചെയ്ത് വരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ, ടാക്സ് പിരമിഡിംഗ് എന്ന് പറയാം. ഓക്കെ. ആസ് എ റിസൾട്ട് അറ്റ് ഈച്ച് സ്റ്റേജ് ഓഫ് സെയിൽ ടാക്സ് കോമ്പൗണ്ട് ബിക്കംസ് പാർട്ട് ഓഫ് ദി കോസ്റ്റ് ഓഫ് പ്രൊഡക്റ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കോസ്റ്റ് ഓഫ് പ്രൊഡക്റ്റിന്റെ കൂടെ ടാക്സ് കോമ്പോണന്റ് അതിന്റെ കൂടെ വരികയാണെന്നുണ്ടെങ്കിൽ അതിനാണ് ടാക്സ് പിരമിഡിംഗ് എന്ന് പറയാം. The process of tax component becoming part of the cost of product is called tax pyramiding. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ the process of tax component becoming part of the cost of product, cost of productന്റെ ഭാഗമായിട്ട് ടാക്സ് കോമ്പോണന്റ് വരികയാണെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം, ടാക്സ് പിരമിഡിംഗ് എന്ന് പറയാം. ഇനി നമുക്ക് എന്താണ് ടാക്സ് കാസ്കേഡിംഗ് എന്ന് പറയുന്നത് നോക്കാം. The incidence of tax on tax is commonly described as tax cascading. അപ്പോൾ നമ്മുടെ ആൻസർ ഓപ്ഷൻ എന്തായിരിക്കും, ഡി ആണ്, ടാക്സ് കാസ്കേഡിംഗ് എന്ന് പറയാൻ, അതായിരിക്കും ആൻസർ. അപ്പൊ എന്താണെന്നുള്ളത് നമുക്ക് പറയാം. When the raw materials or finished products pass through different hands, stages and states, the tax cascading effect will be very high. ഇപ്പോൾ ഒരു മാനുഫാക്ചറിങ് കമ്പനി ആണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ GST വരുന്നതിന് മുമ്പുള്ള ഒരു സംഗതിയാണ്. മാനുഫാക്ചറിങ് കമ്പനി ആണെന്നുണ്ടെങ്കിൽ ഒരു പ്രൊഡക്റ്റ് കൺസ്യൂമറിലേക്ക് എത്തുന്നത് വരെ, ഇപ്പോൾ മാനുഫാക്ചറിങ് കമ്പനി ആണെങ്കിൽ അവരുടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്റ്റിന്റെ മുകളിൽ സെൻട്രൽ എക്സൈസ്, അതുപോലെ തന്നെ ഇന്റർസ്റ്റേറ്റ് ആണെന്നുണ്ടെങ്കിൽ CST, അതുപോലെ തന്നെ വാറ്റ് ഉണ്ടെങ്കിൽ അത് ഒക്കെ എല്ലാ ടാക്സും കൂടെ കൂടിയിട്ടായിരിക്കും എന്ത് വരിക, അവസാനം ഫൈനൽ ഗുഡ്സിന്റെ റേറ്റ് വരിക അല്ലെ. അതുകൊണ്ടാണ് അതിനെ ടാക്സ് കാസ്കേഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ പാസ് ത്രൂ ഡിഫറെന്റ് ഹാൻഡ്സ്, സ്റ്റേജസ് ആൻഡ് സ്റ്റേറ്റ്സ്, ഒരുപാട് ഹാൻഡ്സിലൂടെ സ്റ്റേജസിലൂടെ കടന്നു പോകുമ്പോഴാണ് നമ്മൾ വെരി ഹൈ ആയിട്ട് ടാക്സ് മാറുന്നത്. The goods and service tax system has been devised as a scientific method of levying and collecting tax on goods and services, completely eliminating the chances of tax cascading. ഇപ്പോൾ GST വന്നത് കൂടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ മൾട്ടിപ്ലിസിറ്റി ഓഫ് ടാക്സ് ഒക്കെ ഒഴിവാക്കിയിട്ടുണ്ട്, GST മാത്രമേ ആയിട്ടുള്ളൂ. അപ്പം
ഒരുപാട് ഇപ്പോൾ സെൻട്രൽ എക്സൈസ്, വാറ്റ്, CST എല്ലാം പാടെ കൂടുമ്പോൾ വെരി ഹൈ ടാക്സ് ആവും അല്ലെ. അതൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പൊ ആ ഒരു സിസ്റ്റം ആയിരുന്നു എന്ത് പറയുന്നത്, ടാക്സ് കാസ്കേഡിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ആൻസർ ഓപ്ഷൻ ഡി, ടാക്സ് കാസ്കേഡിംഗ് ആയിരിക്കും ആൻസർ. ഓക്കെ, എന്താണ് ടാക്സ് കാസ്കേഡിംഗ് എന്നുള്ളത് ചെറിയൊരു എക്സാമ്പിളിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ GST വരുന്നതിന് മുമ്പ് ഒരു മാനുഫാക്ചറിങ് കമ്പനി ആണ് എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു പ്രൊഡക്റ്റിന്റെ സെല്ലിംഗ് പ്രൈസ് 5000 ആണെന്ന് വിചാരിക്കാം. മാനുഫാക്ചറിങ് കമ്പനി ആയതുകൊണ്ട് തന്നെ അവിടെ എക്സൈസ് ഡ്യൂട്ടി 12.5% ഉണ്ട്. ദെൻ ഇന്റർ സ്റ്റേറ്റ് സെയിൽ ആണ് എന്നുണ്ടെങ്കിൽ അവിടെ CST കൂടെ ഉണ്ടാവും, അവിടെ 2% ആണ് കൊടുത്തിട്ടുള്ളത്. ദെൻ വാല്യൂ ആഡഡ് ടാക്സ് ഉണ്ടെങ്കിൽ അതും കൂടെ കൂട്ടിയിട്ടായിരിക്കും എന്ത് വരിക, സെല്ലിംഗ് പ്രൈസ് വരിക അല്ലെ, സെല്ലിംഗ് പ്രൈസ് വരിക. അപ്പോ ഈ ഒരു സിസ്റ്റം ആണ് ടാക്സ് കാസ്കേഡ് എന്ന് പറയുന്നത്. ഒരു പ്രൊഡക്റ്റിന്റെ മുകളിൽ തന്നെ ഒരുപാട് ടാക്സ് ആഡ് ചെയ്തിട്ടാണ് എന്ത് വരിക, സെല്ലിംഗ് പ്രൈസ് വരിക അല്ലെ. ഓക്കെ, അപ്പൊ ഈ ഒരു സിസ്റ്റം ആണ് ടാക്സ് കാസ്കേഡ്. ഇപ്പോ GST റെജിമിലാണ് എന്നുണ്ടെങ്കിലോ അവിടെ സെല്ലിംഗ് പ്രൈസ് 5000 ആണ് കൊടുത്തിട്ടുള്ളത്. ദെൻ അതിന്റെ കൂട്ടത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു GST ആഡ് ചെയ്തിട്ടുണ്ട്. എത്രയാണോ GST റേറ്റ് അതിന്റെ കൂടെ എന്ത് ചെയ്യും, GST ആഡ് ചെയ്യും. അത് ആഡ് ചെയ്ത് വരുന്ന റേറ്റ് ആയിരിക്കും എന്തുണ്ടാവുക, സെല്ലിംഗ് പ്രൈസ് ഉണ്ടാവുക. അപ്പൊ ഒരുപാട് ടാക്സ് ഒന്നുമില്ല, ഒറ്റ ടാക്സ് റേറ്റ് ആയിരിക്കും ഉണ്ടാവുക. ഈ 18% 9% സെൻട്രലും 9% സ്റ്റേറ്റും എന്ത് ചെയ്യും, ഡിവൈഡ് ചെയ്തിട്ടും. ഓക്കെ, അപ്പൊ ഇതാണ് ഈ ഒരു സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ കണ്ടീഷനിൽ എന്തില്ല, ടാക്സ് കാസ്കേഡിംഗ് ഇല്ല. അതൊരു GSTയുടെ ബെനിഫിറ്റ് ആയിട്ട് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ടാക്സ് കാസ്കേഡിംഗ് എന്ന കോൺസെപ്റ്റ് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഓക്കെ, ഇനി നമുക്ക് ടാക്സ് പിരമിഡിംഗ് ഒരു പിക്ചറിന്റെ അടിസ്ഥാനത്തിൽ നമുക്കൊന്ന് മനസ്സിലാക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ് ടാക്സ് പിരമിഡിംഗ് എന്നുള്ളത് അല്ലെ. ദ പ്രോസസ് ഓഫ് ടാക്സ് കോമ്പോണന്റ് ബിക്കമിങ് പാർട്ട് ഓഫ് ദി കോസ്റ്റ് ഓഫ് പ്രൊഡക്റ്റ് ഈസ് കോൾഡ് ടാക്സ് പിരമിഡിംഗ്. ഇവിടെ നോക്കൂ, ഇപ്പോ ഫാമേഴ്സിന്റെ കയ്യിൽ നിന്നും അവര് എന്ത് ചെയ്യുന്നു, ഈ നീല കളറുള്ളതാണ് പ്രൈസ് ഓഫ് ദി പ്രൊഡക്റ്റ്, ദെൻ ഈ റെഡ് കളറുള്ളതാണ് ടാക്സ്. അപ്പോൾ ഫസ്റ്റ് ഇവര് പാക്കേജർക്ക് കൊടുക്കുമ്പോൾ ആ കോസ്റ്റ് ഓഫ് പ്രൊഡക്റ്റ് ഉണ്ടാവും, അതിന്റെ കൂട്ടത്തിൽ ടാക്സ് ഈടാക്കിയിട്ടാണ് എന്ത് ചെയ്യുക, പാക്കേജർക്ക് കൊടുക്കുക അല്ലെ, പാക്കേജർക്ക് കൊടുക്കുക. ദെൻ പാക്കേജർ ഇത് പാക്ക് ചെയ്ത് അവര് കോസ്റ്റ് ഓഫ് പ്രൊഡക്റ്റിന്റെ മുകളിൽ എന്ത് ചെയ്യും, അഡീഷണൽ ആയിട്ട്, ഇപ്പോ ഈ ഒരു ടാക്സ് ഓൾറെഡി ഇവിടെ ഉണ്ട്, അതിന്റെ കൂട്ടത്തിൽ വീണ്ടും അഡീഷണൽ ആയിട്ട് ടാക്സ് ഈടാക്കിയിട്ടായിരിക്കും ഇവിടെ ഡിസ്ട്രിബ്യൂട്ടർക്ക് കൊടുക്കുക അല്ലെ. ഇപ്പോൾ ഡിസ്ട്രിബ്യൂട്ടർ കോസ്റ്റ് ഓഫ് പ്രൊഡക്റ്റ് വീണ്ടും എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടുന്ന് ഇങ്ങോട്ട് കൂടിയിട്ടുണ്ട് അല്ലെ, കോസ്റ്റ് ഓഫ് പ്രൊഡക്റ്റ്, പ്രൈസ് ഓഫ് പ്രൊഡക്റ്റ്, ഈ പ്രൊഡക്റ്റിന്റെ പ്രൈസ് കൂടിയിട്ടുണ്ട്. അപ്പോൾ ആദ്യമുള്ള ടാക്സ് ഉണ്ട്, രണ്ടാമതുള്ള ടാക്സ് ഉണ്ട്. ഇപ്പോൾ അവർ എന്ത് ചെയ്യും, വീണ്ടും അഡീഷണൽ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ടാക്സ് ഈടാക്കിയിട്ടുണ്ട്. ഒരു പ്രൊഡക്റ്റിന്റെ മുകളിൽ തന്നെയാണ് എന്ത് ചെയ്യുന്നുണ്ട്, ടാക്സ് ഈടാക്കുന്നത്. അപ്പം അവരുടെ പ്രോഫിറ്റും എല്ലാ കാര്യങ്ങളും കൂട്ടിയിട്ടായിരിക്കും പ്രൈസ് ഇടുക. ദെൻ അതിന്റെ മുകളിൽ ടാക്സ് ഉണ്ടാവും. ദെൻ ഡിസ്ട്രിബ്യൂട്ടർ എന്ത് ചെയ്യും, സൂപ്പർ മാർക്കറ്റിലേക്കോ അല്ലെങ്കിൽ റീറ്റെയിൽ ഷോപ്പിലേക്കോ കൊടുക്കുമ്പോൾ ഇവരെന്ത് ചെയ്യും, കോസ്റ്റ് ഓഫ് പ്രൊഡക്റ്റിന്റെ മുകളിൽ വീണ്ടും എന്ത് ചെയ്യും, അതിന്റെ മുകളിൽ വീണ്ടും ഒരുപാട് ടാക്സ് ഉണ്ടാവും അല്ലെ. അവരുടെ ടാക്സ് ഇതാക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, കൊടുക്കുന്നത്. പിന്നെ കൺസ്യൂമറിലേക്ക് എത്തുന്നതിന് മുമ്പ് എന്ത് വരും, ഒരുപാട് പ്രൈസ് വരും, അതിന്റെ കൂട്ടത്തിൽ ഒരുപാട് ടാക്സ് ഉണ്ട് അല്ലെ. അപ്പൊ ഇവർ 4 ആളുകളും ഈടാക്കിയിട്ടുള്ള കോസ്റ്റ് ഓഫ് പ്രൊഡക്റ്റിന്റെ മുകളിൽ ഉണ്ടാക്കിയുള്ള ടാക്സ് ഒക്കെ കൺസ്യൂമർ എന്ത് ചെയ്യേണ്ടി വരും, വഹിക്കേണ്ടി വരും. അപ്പൊ അവരുടെ ആ പ്രൊഡക്റ്റിന്റെ പ്രൈസ് എന്ത് ചെയ്യും, കൂടുകയും ചെയ്യും. ഇതാണ് ടാക്സ് പിരമിഡ് എന്ന് പറയുന്നത്. അപ്പം ദ പ്രോസസ് ഓഫ് ടാക്സ് കോമ്പൗണ്ട് ബിക്കമിങ് പാർട്ട് ഓഫ് ദി കോസ്റ്റ് ഓഫ് പ്രൊഡക്റ്റ്, ആ കോസ്റ്റ് ഓഫ് പ്രൊഡക്റ്റിന്റെ ഭാഗമായിട്ട് ഈ ടാക്സ് കോമ്പണന്റ് വരികയാണ് എന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് എന്ത് പറയാം, ടാക്സ് പിരമിഡിംഗ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഈ ഒരു 2 കോൺസെപ്റ്റ് കൃത്യമായ രീതിയിൽ മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഓക്കെ, നെക്സ്റ്റ് വരുന്ന ക്വസ്റ്റ്യൻ ആണ്, GST വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ഇന്ത്യ വിത്ത് എഫക്ട് ഫ്രം. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്, ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്നാണ് 1 ജൂലൈ 2017. നമ്മൾ ബേസിക് ഫാക്ടുകൾ പറഞ്ഞ ആ ഭാഗത്ത് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. GST വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ജമ്മു ആൻഡ് കാശ്മീർ വിത്ത് എഫക്ട് ഫ്രം 8 ജൂലൈ 2017. ജമ്മു ആൻഡ് കാശ്മീരിൽ 8/7/2017 GST ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഈ 2 ഡേറ്റുകളും ഓർമ്മിച്ചു വെക്കുക. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, as a result of constitution amendment for GST, a separate list dash has been inserted in the constitution. ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് GST കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് വരുന്നത്? ഓപ്ഷൻ എ ആർട്ടിക്കിൾ 246A, ബി ആർട്ടിക്കിൾ 146B, സി ആർട്ടിക്കിൾ 122C, ഡി ആർട്ടിക്കിൾ 101B. Here the answer is option A, article 246A. Next one, under GST value addition refers to. GST value addition എന്ന് പറഞ്ഞാൽ എന്താണ്? A, expenses plus profit, B, cost plus tax, C, cost plus tax plus profit,
D. Tax plus profit. Here the answer is option A. Expenses plus profit. എക്സ്പെൻസസിന്റെ കൂടെ പ്രോഫിറ്റും കൂടെ ആഡ് ചെയ്തതിനാണ് നമ്മൾ ജി എസ് ടിയിൽ വാല്യൂ അഡീഷൻ എന്ന് പറയാം. അതിന് കൂടുതൽ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. For tax purposes, the term value addition simply means expenses plus profit of the seller. In other words, value addition means sales minus purchase. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളും മനസ്സിലാക്കി വെക്കുക. വാല്യൂ അഡീഷൻ എന്ന് പറഞ്ഞാൽ എക്സ്പെൻസസ് പ്ലസ് പ്രോഫിറ്റ് ആണ്, അതുപോലെ തന്നെ സെയിൽസ് മൈനസ് പർച്ചേസ് ആണ്. ഇത് രണ്ട് ടേമുകളും മനസ്സിലാക്കി വെക്കുക. അതിന്റെ കൂട്ടത്തിൽ അപ്പൊ എത്രയാണ് ഇപ്പൊ ഒരാള് ഒരു സെല്ലർ അല്ലെങ്കിൽ ടാക്സ് കൊടുക്കുന്ന ആൾ എത്രയാണ് കൊടുക്കേണ്ടത് എന്നതാണ് പറയുന്നത്. അണ്ടർ ജി എസ് ടി സിസ്റ്റം, ടാക്സ് പെയ്ഡ് ഓൺ പർച്ചേസസ്, that is input tax, is deducted from tax collected on sales, that is output tax, to arrive at tax on value addition. അപ്പോ ഇൻ ഷോർട്ട് നമ്മൾ സാധാരണഗതിയിൽ പറയുന്ന ജി എസ് ടി എങ്ങനെയാണ് പേയബിൾ ചെയ്യുക? ഔട്ട്പുട്ട് ടാക്സ് മൈനസ് ഇൻപുട്ട് ടാക്സ് ആണ് എന്ത് ജി എസ് ടി പേയ്മെന്റ് നടത്തേണ്ടത്. ഓക്കെ, അപ്പോ ഇൻപുട്ട് ടാക്സ് എന്ന് പറയുന്നത് പെയ്ഡ് ഓൺ പർച്ചേസ് ആണ്. ഇപ്പോൾ ഒരാള് പർച്ചേസ് ചെയ്യുമ്പോൾ സാധനങ്ങൾ വാങ്ങുമ്പോൾ നമ്മൾ ആ സാധനത്തിന് കൂടെ എന്ത് കൊടുക്കുന്നുണ്ട്? നമ്മൾ ടാക്സ് ഓൾറെഡി കൊടുക്കുന്നത്, അത് ഇൻപുട്ട് ടാക്സ് നമ്മൾ ഓൾറെഡി കൊടുത്തതാണ്. ഇനി ഔട്ട്പുട്ട് ടാക്സ് എന്ന് പറയുമ്പോൾ ഒരാൾ സെല്ല് ചെയ്യുമ്പോൾ, ഒരു ട്രേഡർ സെയിൽ ചെയ്യുമ്പോൾ ആളുകളുടെ കയ്യിൽ നിന്നും ടാക്സ് കളക്ട് ചെയ്താണ് എന്ത് ഔട്ട്പുട്ട് ടാക്സ്. അപ്പൊ നമ്മൾ എത്രയാണ് ടാക്സ് കൊടുക്കേണ്ടി വരിക? ഇൻപുട്ട് ടാക്സ് എന്ന് ഓൾറെഡി പർച്ചേസ് ചെയ്തപ്പോൾ നമ്മൾ ടാക്സ് കൊടുത്തു കഴിഞ്ഞു. അപ്പൊ ഔട്ട്പുട്ട് ടാക്സ് എന്ന് പറയുന്നത് ടാക്സ് കളക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഔട്ട്പുട്ട് ടാക്സിൽ നിന്നും നമ്മൾ എത്രയാണോ കളക്ട് ചെയ്ത എമൗണ്ട്, ആ ടാക്സ് കളക്റ്റിൽ നിന്നും എത്രയാണോ കൊടുത്തത് എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് ടാക്സ് മൈനസ് ചെയ്താൽ എത്രയാണോ അതായിരിക്കും എന്ത് ജി എസ് ടി പേയബിൾ ആയിട്ട് വരിക. ഓക്കെ, അതാണ് ജി എസ് ടി പേയബിൾ ഈസ് ഈക്വൽ ടു ഔട്ട്പുട്ട് ടാക്സ് മൈനസ് ഇൻപുട്ട് ടാക്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, യു ടി ജി എസ് ടി ഈസ് അപ്ലിക്കബിൾ വെൻ. യു ടി ജി എസ് ടി എന്ന് പറയുന്നത് യൂണിയൻ ടെറിട്ടറി ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. ഓപ്ഷൻ എ, സോൾഡ് ഫ്രം യൂണിയൻ ടെറിട്ടറി. ബി, goods are purchased by central government. C, sold from one union territory to another union territory. D, there is interstate supply. അപ്പൊ നമ്മള് ഈ ജി എസ് ടിയുടെ കോമ്പോണന്റുകൾ ഏതാണെന്ന് മനസ്സിലാക്കണം. അപ്പൊ യു ടി ജി എസ് ടി എന്ന് പറഞ്ഞാൽ എന്താണ്, അതുപോലെ തന്നെ സി ജി എസ് ടി എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതൊക്കെ മനസ്സിലാക്കണം. അപ്പൊ ആദ്യം സി ജി എസ് ടി. സി ജി എസ് ടി സ്റ്റാൻഡ്സ് ഫോർ സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, അപ്ലിക്കബിൾ ഓൺ സപ്ലൈസ് വിത്തിൻ ദ സ്റ്റേറ്റ്. സ്റ്റേറ്റിൽ സപ്ലൈ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് അതിന് അപ്ലിക്കബിൾ ആവുന്ന ടാക്സ് ആണ് സി ജി എസ് ടി. ടാക്സ് കളക്ടഡ് വിൽ ബി ഷെയർ ടു സെൻട്രൽ. സെൻട്രൽ ഗവൺമെന്റ് എന്ത് ചെയ്യും? ഷെയർ ചെയ്യും. രണ്ടാമത്തെ ഒന്നാണ് എസ് ജി എസ് ടി എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, അപ്ലിക്കബിൾ ഓൺ സപ്ലൈസ് വിത്തിൻ ദ സ്റ്റേറ്റ്. എപ്പോഴാണ് അപ്ലിക്കബിൾ ആവുക? സ്റ്റേറ്റിൽ ഗുഡ്സ് സപ്ലൈ ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്ത് ഇത് അപ്ലിക്കബിൾ ആവുന്നത്. ടാക്സ് കളക്ടഡ് വിൽ ബി ഷെയർ ടു സ്റ്റേറ്റ്. ടാക്സ് കളക്ട് ചെയ്ത് എന്ത് ചെയ്യും? സ്റ്റേറ്റിനും കൂടെ എന്ത് ചെയ്യും? ഷെയർ ചെയ്യും. Then IGST. IGST stands for Integrated GST, applicable on interstate and import transaction. പ്രധാനമായിട്ടും നോട്ട് ചെയ്യണം, ഇന്റർസ്റ്റേറ്റും അതുപോലെ തന്നെ ഇമ്പോർട്ട് ട്രാൻസാക്ഷനും ആണ് IGST അപ്ലിക്കബിൾ ആവുന്നത്. ഇത് രണ്ടും ഇൻട്രാ സ്റ്റേറ്റ് ആണ്. ഓക്കെ, ഇപ്പോൾ ടാക്സ് കളക്ടഡ് വിൽ ബി ഷെയർഡ് ബിറ്റ്വീൻ സെന്റർ ആൻഡ് സ്റ്റേറ്റ്. IGST എന്ന് കിട്ടുന്ന ടാക്സ് സെന്ററും സ്റ്റേറ്റും എന്ത് ചെയ്യും? ഡിവൈഡ് ചെയ്യും. നെക്സ്റ്റ് യു ടി ജി എസ് ടി എന്ന് പറഞ്ഞാൽ യൂണിയൻ ടെറിട്ടറി ജി എസ് ടി, അപ്ലിക്കബിൾ ഓൺ സപ്ലൈസ് വിത്തിൻ യൂണിയൻ ടെറിട്ടറി. യൂണിയൻ ടെറിട്ടറിയിൽ സപ്ലൈ ചെയ്യുമ്പോൾ അപ്ലിക്കബിൾ ആവുന്ന ടാക്സ് ആണ് യു ടി ജി എസ് ടി. ടാക്സ് കളക്ടഡ് വിൽ ബി ഷെയർഡ് ടു യൂണിയൻ ടെറിട്ടറി. യൂണിയൻ ടെറിട്ടറിയിലേക്കാണ്, കാരണം അവിടെ സെൻട്രൽ ഗവൺമെന്റ് തന്നെയാണ് അത് ചെയ്യുന്നത്. അപ്പോൾ ടാക്സ് കളക്ടഡ് വിൽ ബി ഷെയർഡ് ടു യൂണിയൻ ടെറിട്ടറി. യൂണിയൻ ടെറിട്ടറിയിലേക്ക് എന്ത് ചെയ്യും? ഷെയർ ചെയ്യും. അപ്പോൾ ഇവിടെ യു ടി ജി എസ് ടി അപ്ലിക്കബിൾ ആവുന്നത് എവിടെയാണ്? സോൾഡ് ഫ്രം യൂണിയൻ ടെറിട്ടറി. അപ്പോൾ ആൻസർ എ ആണ് വരാം. ഓക്കെ, അപ്പൊ ഈ ഒരു കോമ്പോണന്റ് കൃത്യമായ രീതിയിൽ ഒന്ന് എക്സാമ്പിൾ രൂപത്തിൽ മനസ്സിലാക്കി വെക്കാം. ഓക്കെ, നെക്സ്റ്റ് വൺ, ആഫ്റ്റർ ഇൻട്രൊഡക്ഷൻ ഓഫ് ജി എസ് ടി, ഇമ്പോർട്ട് ഇൻ ടു ഇന്ത്യ ഈസ്. ജി എസ് ടി ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം ഇമ്പോർട്ട് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസിന് എങ്ങനെയാണ് ടാക്സ് ഈടാക്കുന്നത്? എ, സബ്ജക്ട് ടു IGST പ്ലസ് ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി, ദാറ്റ് ഈസ് BCD. ബി, subject to CGST plus SGST plus BCD. C, zero rated. D, SGST plus CGST plus IGST plus basic customs duty. Here the answer is option A, subject to IGST plus BCD. അപ്പോൾ ഇമ്പോർട്ട് ഓഫ് ഗുഡ്സിന് IGSTയും അതേപോലെ തന്നെ ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടിയും കൂടെ ഉണ്ട്. ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി ഇപ്പോ
എന്ത് ചെയ്തിട്ടില്ല, GST-യിൽ സബ്സ്യൂം ചെയ്തിട്ടില്ല. IGST-ന്റെ കൂടെ ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടിയും കൂടെ ഉണ്ട്. അപ്പൊ അതും കൂടെ മനസ്സിലാക്കി വെക്കുക. വാല്യൂ ഓഫ് ഇമ്പോർട്ടഡ് ഗുഡ്സ് പ്ലസ് ബേസിക് കസ്റ്റം ഡ്യൂട്ടി ഈസ് ഈക്വൽ ടു വാല്യൂ ഓൺ വിച്ച് IGST ഈസ് കാൽക്കുലേറ്റഡ്. അപ്പം ആദ്യം ഇമ്പോർട്ടഡ് ഗുഡ്സിന് എത്രയാണോ വാല്യൂ അതിന്റെ കൂടെ ബേസിക് കസ്റ്റംസ് കൂടെ ഉണ്ടാവും. ദെൻ ആ വാല്യൂ കിട്ടി ഈക്വൽ ടു ആ വാല്യൂവിന്റെ കൂടെ IGST റേറ്റ് എത്രയാണോ ആ റേറ്റും കൂടെ ഉണ്ടാവും. അപ്പോഴാണ് IGST എന്ത് ചെയ്യുക, പേ ചെയ്യുന്നത്. അതുകൂടെ കൂട്ടിയിട്ടായിരിക്കും എന്ത് വരിക, IGST പേയ്മെന്റ് വരിക. അപ്പൊ ഇവിടെ ആൻസർ IGST പ്ലസ് BCD കൃത്യമായ രീതിയിൽ മനസ്സിലാക്കി. ഓക്കെ, നെക്സ്റ്റ് വൺ, ഇന്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ഈസ് അപ്ലിക്കബിൾ വെൻ, ദാറ്റ് ഈസ് IGST അപ്ലിക്കബിൾ ആവുന്നത് എപ്പോഴാണ്? A, sold in union territory. B, sold from one GST dealer to another GST dealer. C, sold within a state. D, there is interstate supply. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അപ്പൊ ഇവിടെ ആൻസർ വരിക there is interstate supply. Interstate supply ഉണ്ടാകുമ്പോഴാണ് IGST അപ്ലിക്കബിൾ ആവുന്നത്. സോൾഡ് വിത്തിൻ എ സ്റ്റേറ്റ് ആണ് എന്നുണ്ടെങ്കിൽ CGST അല്ലെങ്കിൽ SGST ആയിരിക്കും വരിക. ഓക്കെ, നെക്സ്റ്റ്, ആഫ്റ്റർ ഇൻട്രൊഡക്ഷൻ ഓഫ് GST സപ്ലൈസ് ടു സെസ് ആർ, GST ഇൻട്രൊഡ്യൂസ് ചെയ്തതിനു ശേഷം സെസ്സിലേക്ക് സപ്ലൈ ചെയ്യുന്നത് ഏത് കാറ്റഗറിയിലാണ് വരിക? A, സബ്ജക്ട് ടു IGST. then B, subject to CGST plus SGST. C, zero rated. D, SGST plus CGST plus IGST. ഇവിടെ നമ്മൾ ആൻസർ സീറോ റേറ്റഡ് ആണ് വരിക. സീറോ റേറ്റഡ് സപ്ലൈ എന്ന് പറഞ്ഞാൽ ടാക്സ് റേറ്റ് ഇല്ല. അപ്പൊ രണ്ട് കണ്ടീഷൻ ഉണ്ട്. ഒന്ന് എക്സ്പോർട്ട്, മറ്റൊന്ന് സപ്ലൈസ് ടു സെസ്. ഇത് രണ്ടും മനസ്സിലാക്കി വെക്കുക. സീറോ റേറ്റഡ് സപ്ലൈ വരുന്നത് ഒന്ന് എക്സ്പോർട്ടിൽ റേറ്റ് ഇല്ല, അതുപോലെ തന്നെ സപ്ലൈസ് ടു സെസ് അതിനും ഇല്ല. കൃത്യമായ രീതിയിൽ രണ്ട് പോയിന്റ് മനസ്സിലാക്കുക. അപ്പൊ ഇവിടെ ആൻസർ വരിക സീറോ റേറ്റഡ് ആണ് ആൻസർ വരിക. ഓക്കെ, നെക്സ്റ്റ് വൺ, SGST ഈസ് അപ്ലിക്കബിൾ വെൻ, സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് അപ്ലിക്കബിൾ ആവുന്നത് എപ്പോഴാണ്? A, ഗുഡ്സ് ആർ സോൾഡ് വിത്തിൻ എ സ്റ്റേറ്റ്. B, goods are sold from one GST dealer to a customer. C, goods are sold by a GST dealer to another GST dealer. D, interstate supply. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഓപ്ഷൻ A, goods are sold within a state. Next one, when a GST dealer in Kerala sells a product of a GST dealer or customer in Tamil Nadu, the tax collected is. ഇപ്പോൾ കേരളത്തിലുള്ള ഒരു ഡീലർ തമിഴ്നാടിലുള്ള ഒരു കസ്റ്റമറിനോ അല്ലെങ്കിൽ ഡീലറിനോ പ്രൊഡക്റ്റ് സെല്ല് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് GST കളക്ട് ചെയ്യുന്നത്? ഏത് മെത്തേഡാണ്? A, SGST. B, CGST. C, integrated GST. D, UT GST. Here the answer is option C, integrated GST. നമ്മൾ ഇന്റർ സ്റ്റേറ്റ് ആവുമ്പോൾ ഇന്റഗ്രേറ്റഡ് GST ആണ് അല്ലെങ്കിൽ IGST ആണ് വരിക എന്ന് മനസ്സിലാക്കുക. ഓക്കെ, നെക്സ്റ്റ് വൺ, GST is a matter of jurisdiction of A, union government. B, state government. C, both the center and state government. D, none of these. Here the answer is option C, both the center and state government. സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും ആണ് കൂടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, GST ഈടാക്കുന്നത്. The next one, interstate trade is presently subject to A, SGST. B, CGST. C, integrated GST. D, UT GST. നമ്മൾ ഒരുപാട് പ്രാവശ്യം പറഞ്ഞു. Option C, integrated GST. The next one, confers power to Government of India to collect a tax on intra-state supply of goods or services or both. Option A, UT GST Act. B, IGST Act. C, CGST Act. D, SGST Act. The Government of India, central government ടാക്സ് ഇന്റർസ്റ്റേറ്റ് സപ്ലൈ ഓഫ് ഗുഡ്സിന് ടാക്സ് കളക്ട് ചെയ്യുന്നത് ഏത് ആക്ട് പ്രകാരമാണ്? ഓപ്ഷൻ സി, CGST ആക്ട്, സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആക്ട് പ്രകാരമാണ് സെൻട്രൽ ഗവൺമെന്റ് ഇന്റർ സ്റ്റേറ്റ് സപ്ലൈക്ക് എന്ത് ചെയ്യുന്നത്, ടാക്സ് ഈടാക്കുന്നത്. നെക്സ്റ്റ്, GST കൗൺസിലുമായി ബന്ധപ്പെട്ട് വരുന്ന വളരെ പ്രധാനപ്പെട്ട ഫാക്ട്സും ദെൻ GST കൗൺസിലുമായി ബന്ധപ്പെട്ട മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. GST കൗൺസിലുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. ആസ് പെർ ആർട്ടിക്കിൾ 279A of the Amendment Constitution, the GST Council, which will be a joint forum of the center and the states. 101ാമത് അമെൻമെന്റ് ആക്ടിലെ ആർട്ടിക്കിൾ 279A പ്രകാരമാണ്
GST കൗൺസിൽ ഫോം ചെയ്തിട്ടുള്ളത്. പ്രത്യേകമായിട്ട് നോട്ട് ചെയ്യുക. ആർട്ടിക്കിൾ 279A. സെന്ററും സ്റ്റേറ്റും കൂടി ചേർന്നുള്ള ഒരു ജോയിന്റ് ഫോറം ആണ് GST കൗൺസിൽ. ഓക്കെ. ദെൻ ഹെഡ്ക്വാർട്ടർ ന്യൂഡൽഹി ആണ് GST കൗൺസിലിന്റെ ഹെഡ്ക്വാർട്ടർ. കോൺസ്റ്റിറ്റ്യൂട്ടഡ് വിത്ത് എഫക്ട് ഫ്രം 12th September 2016. 2016 സെപ്റ്റംബർ 12-നാണ് GST കൗൺസിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ദെൻ quorum, 1/2 of the total number of members of the GST council. quorum 1.5 ആണ് എന്ന് പറഞ്ഞാൽ 50% ആണ് GST കൗൺസിലിന്റെ quorum. അത് കൃത്യമായ രീതിയിൽ ഒന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നെ GST കൗൺസിൽ വരുന്നതിന് മുമ്പ് ഈ ടാക്സ് റേറ്റ് ഡിറ്റർമിൻ ചെയ്യാനുള്ള ഫ്രീഡം സ്റ്റേറ്റ് ഗവൺമെന്റ്സിന് ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് എല്ലാ പവറും ടാക്സ് റേറ്റ് ഡിറ്റർമിൻ ചെയ്യാനുള്ള പവർ മുഴുവൻ ആർക്കാണ്? GST കൗൺസിലാണ്. അതുകൂടെ അതിന്റെ കൂട്ടത്തിൽ മനസ്സിലാക്കി വെക്കുക. അപ്പം ആർട്ടിക്കിൾ 279 ഒന്ന് ഓർത്തു വെക്കുക. ദെൻ quorum 50% അല്ലെങ്കിൽ 1.5 ആണ് quorum ഉള്ളത്. അതും ഒന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നെ ഈ ഒരു ഡേറ്റും കൂടെ ഒന്ന് ഓർത്തു വെച്ചാൽ നന്നാവും. ഓക്കെ. നെക്സ്റ്റ്, ഈ GST കൗൺസിലിന്റെ ചെയർപേഴ്സൺ യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ ആയിരിക്കും ഉണ്ടാവുക. ഒന്ന് ഓർത്തു വെക്കുക. GST കൗൺസിലിന്റെ ചെയർപേഴ്സൺ യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ. പിന്നെ അതർ മെമ്പർ ഫ്രം സെൻട്രൽ ഗവൺമെന്റിന്റെ നോമിനി ആയിട്ട് വരുന്നതാണ് മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഫോർ ഫിനാൻസ് അല്ലെങ്കിൽ യൂണിയൻ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഇൻ ചാർജ് ഓഫ് റവന്യൂ ഓർ ഫിനാൻസ്. ഡെപ്യൂട്ടി ഫിനാൻസ് മിനിസ്റ്റർ ആയിരിക്കും വരിക മറ്റൊരു മെമ്പർ ആയിട്ട്. ദെൻ വൈസ് ചെയർപേഴ്സൺ, വൺ ഓഫ് ദ സ്റ്റേറ്റ് ഫിനാൻസ് മിനിസ്റ്റേഴ്സ്. ഏതെങ്കിലും ഒരു സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ സ്റ്റേറ്റ് ഫിനാൻസ് മിനിസ്റ്റർ ആയിരിക്കും ഉണ്ടാവുക വൈസ് ചെയർപേഴ്സൺ ആയിട്ട്. ദെൻ മറ്റുള്ള മെമ്പേഴ്സ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഫിനാൻസ് മിനിസ്റ്റേഴ്സ്. എല്ലാ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയും ഫിനാൻസ് മിനിസ്റ്റേഴ്സ് GST കൗൺസിലിന്റെ മെമ്പേഴ്സ് ആയിരിക്കും. അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് നോമിനേറ്റ് ചെയ്യുന്ന ആരെങ്കിലും ഒരാളായിരിക്കും, ഏതെങ്കിലും ഒരു മിനിസ്റ്റർ ആയിരിക്കും മെമ്പേഴ്സ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ. അപ്പൊ ഇതാണ് GST കൗൺസിൽ പ്രധാനമായിട്ടും മറ്റൊരു പ്രധാനമായിട്ട് ഫാക്ട് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി വോട്ടിംഗ് സ്ട്രെങ്ത്, GST കൗൺസിലിലെ വോട്ടിംഗ് സ്ട്രെങ്ത് എങ്ങനെയാണെന്ന് നോക്കാം. 1/3 വോട്ട് ഇൻ കൗൺസിൽ. സെൻട്രൽ ഗവൺമെന്റിനാണ് ഏറ്റവും കൂടുതലായിട്ട് എന്ത് വരുന്നത്? വെയിറ്റേജ് വരുന്നത്. ദ വോട്ട് ഓഫ് ദ സെൻട്രൽ ഗവൺമെന്റ് ഷാൽ ഹാവ് എ വെയിറ്റേജ് ഓഫ് 1/3 ഓഫ് ദ ടോട്ടൽ വോട്ട്സ് കാസ്റ്റ്. ടോട്ടൽ വോട്ട് കാസ്റ്റിന്റെ 1/3 1/3 വെയിറ്റേജ് സെൻട്രൽ ഗവൺമെന്റ് ആയിരിക്കും ഉണ്ടാവുക. ദെൻ ദ വോട്ട്സ് ഓഫ് ഓൾ ദ സ്റ്റേറ്റ് ഗവൺമെന്റ് ടേക്കൺ ടുഗദർ ഷാൽ ഹാവ് എ വെയിറ്റേജ് ഓഫ് 2/3 ഓഫ് ടോട്ടൽ വോട്ട്സ് കാസ്റ്റ്. ദാറ്റ് മീറ്റിംഗ് മീറ്റിംഗിൽ 2/3 വെയിറ്റേജ് സ്റ്റേറ്റിനും 1/3 സെൻട്രൽ ഗവൺമെന്റ് ആയിരിക്കും ഉണ്ടാവുക. പ്രത്യേകമായിട്ട് നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ് ആണ് 1/3 ആൻഡ് 2/3 സ്റ്റേറ്റിനും ആയിരിക്കും ഉണ്ടാവുക. ദെൻ ഡിസിഷൻ എപ്പോഴാണ് എടുക്കുക? 75% വോട്ട് സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് ഡിസിഷൻ എടുക്കാനായിട്ട് കഴിയുക. നമ്മൾ നേരത്തെ 50% quorum പറഞ്ഞിരുന്നു അല്ലെ. ഇതിൽ 3/4 എന്ന് പറഞ്ഞാൽ 75% വോട്ട് സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ഡിസിഷൻ എടുക്കാനായിട്ട് കഴിയുള്ളൂ. ഓക്കെ. അപ്പൊ വളരെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടന്റ് ഫാക്ട്സ് ആണ് നമ്മൾ പറഞ്ഞത്. ചെയർപേഴ്സൺ, ദെൻ മറ്റു മെമ്പേഴ്സ്, വൈസ് ചെയർപേഴ്സൺ ഒക്കെ നമ്മൾ പറഞ്ഞു. ദെൻ വോട്ടിംഗ് സ്ട്രെങ്ത് കൂടെ അതിന്റെ കൂട്ടത്തിൽ മനസ്സിലാക്കുക. ഡിസിഷൻ നമ്മൾ മനസ്സിലാക്കേണ്ടത് 3/4 ആണ് എന്നുള്ളത് കൂടി മനസ്സിലാക്കുക. ഓക്കെ. എന്ന് പറഞ്ഞാൽ 75% ആണ് ഡിസിഷൻ എടുക്കണം എന്നുണ്ടെങ്കിൽ വോട്ട് സപ്പോർട്ട് വേണ്ടത്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് GST കൗൺസിലുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇപ്പോൾ പറഞ്ഞതുമായി ബന്ധപ്പെട്ട് കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ് കൂടെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ. ഫസ്റ്റ് വൺ, ദ GST കൗൺസിൽ ക്യാൻ ടേക്ക് എ ഡിസിഷൻ ഓൺലി ഇഫ് ദർ ഈസ്. ഇപ്പോൾ GST കൗൺസിലിന് ഡിസിഷൻ എടുക്കുക എപ്പോഴാണ്? ഓപ്ഷൻ എ 3/4 മെജോറിറ്റി, ബി 2/3 മെജോറിറ്റി, സി 60% മെജോറിറ്റി, ഡി സിമ്പിൾ മെജോറിറ്റി. നമ്മൾ പറഞ്ഞു GST കൗൺസിൽ ഡിസിഷൻ എടുക്കുന്നത് 3/4 മെജോറിറ്റി ആണ്. 75% വോട്ടിംഗ് കാസ്റ്റ് ഉണ്ടാകുമ്പോഴാണ് എന്ത് ചെയ്യുക? ഡിസിഷൻ എടുക്കുക. ഓക്കെ. Then second one, under GST law, tax rates are determined by. GST നിയമപ്രകാരം ടാക്സ് റേറ്റ് ഡിറ്റർമിൻ ചെയ്യുന്നത് എ സെൻട്രൽ ഗവൺമെന്റ്, ബി സ്റ്റേറ്റ് ഗവൺമെന്റ്, സി GST കൗൺസിൽ, ഡി സെൻട്രൽ ഗവൺമെന്റ് ഇൻ കൺസൾട്ടേഷൻ വിത്ത് സ്റ്റേറ്റ് ഗവൺമെന്റ്. നമുക്കറിയാം ആൻസർ GST കൗൺസിൽ ആണ്. GST കൗൺസിൽ വരുന്നതിന് മുമ്പ് സ്റ്റേറ്റ് ഗവൺമെന്റിനൊക്കെ എന്തുണ്ടായിരുന്നു? ടാക്സ് റേറ്റ് ഡിറ്റർമിൻ ചെയ്യാനുള്ള ഫ്രീഡം ഉണ്ടായിരുന്നു. GST വന്നതോടുകൂടെ GST കൗൺസിലിനായിരിക്കും എന്തുണ്ടാവുക? ടാക്സ് റേറ്റ് ഡിറ്റർമിൻ ചെയ്യാനുള്ള അധികാരം ഉണ്ടായിരിക്കുക. ഓക്കെ. നെക്സ്റ്റ് വൺ, ദ ചെയർപേഴ്സൺ ഓഫ് GST കൗൺസിൽ. GST കൗൺസിലിന്റെ ചെയർപേഴ്സൺ ആരായിരിക്കും? എ നോമിനേറ്റഡ് ബൈ ദി ഗവൺമെന്റ്, ബി നോമിനേറ്റഡ് ബൈ ദ GST കൗൺസിൽ, സി യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ, ഡി ഇലക്റ്റഡ് ബൈ ദ GST കൗൺസിൽ. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ ആയിരിക്കും GST കൗൺസിലിന്റെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത്.
വൈസ് ചെയർപേഴ്സൺ ഏതെങ്കിലും ഒരു സ്റ്റേറ്റിന്റെ ഫിനാൻസ് മിനിസ്റ്റർ ആയിരിക്കും ഉണ്ടാവുക. അതും കൂടെ ചേർത്ത് വായിക്കാം. ഓക്കെ. The next one. In the GST Council meetings, the vote of the central government shall have a weightage of. GST Council meeting സെൻട്രൽ ഗവൺമെന്റിന്റെ വോട്ടിംഗ് വെയിറ്റേജ് എത്രയാണ്? ഓപ്ഷൻ എ 1/3 of vote cast, B 1/2 of vote cast, then C 2/3 of vote cast, D none of these. നമുക്കറിയാം കൗൺസിൽ മീറ്റിംഗിൽ സെൻട്രൽ ഗവൺമെന്റിന്റെ വോട്ടിംഗ് വെയിറ്റേജ് 1/3 ഓഫ് വോട്ട് കാസ്റ്റ് ആയിരിക്കും വരിക. സ്റ്റേറ്റ് ഗവൺമെന്റിന് എല്ലാ സ്റ്റേറ്റ് ഗവൺമെന്റ് കൂടിയിട്ട് 2/3 ഓഫ് വോട്ട് കാസ്റ്റ് ആയിരിക്കും വെയിറ്റേജ് വരിക. ഓക്കെ. നെക്സ്റ്റ്, GST കൗൺസിൽ മീറ്റിംഗ് ഈസ് കൺവെൻഡ്. GST കൗൺസിൽ മീറ്റിംഗ് എപ്പോഴൊക്കെയാണ് നടക്കുന്നത്? ഓപ്ഷൻ എ എവറി വീക്ക്, ബി എവറി മന്ത്, സി എവറി 3 months, ഡി എനി ടൈം ആസ് റിക്വയർഡ്. അപ്പോൾ നോർമലി പ്രത്യേക ടൈം ഇല്ല, എനി ടൈം ആസ് റിക്വയർഡ് ആണ് ആൻസർ വരിക. ഓക്കെ. നെക്സ്റ്റ്, ഇൻ ദ GST കൗൺസിൽ മീറ്റിംഗ് votes of all the state governments taken together shall have a weightage of. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു സെൻട്രൽ ഗവൺമെന്റിന്റെ വെയിറ്റേജ്, വോട്ടിംഗ് വെയിറ്റേജ് നമ്മൾ പറഞ്ഞിരുന്നു, വോട്ടിംഗ് സ്ട്രെങ്ത് നമ്മൾ പറഞ്ഞു. സ്റ്റേറ്റ് ഗവൺമെന്റിന് ഏതായിരിക്കും വരിക? ഓപ്ഷൻ എ 1/3 ഓഫ് വോട്ട് കാസ്റ്റ്, ബി 1/2 ഓഫ് വോട്ട് കാസ്റ്റ്, സി 2/3 ഓഫ് വോട്ട് കാസ്റ്റ്, ഡി നൺ ഓഫ് ദീസ്. ആൻസർ ഈസ് 2/3 ഓഫ് വോട്ട് കാസ്റ്റ്. നമ്മൾ സെൻട്രലിന്റെയും നമ്മൾ പറഞ്ഞിരുന്നു, സ്റ്റേറ്റിന്റെയും നമ്മൾ കൃത്യമായ രീതിയിൽ പറഞ്ഞിരുന്നു. ഓക്കെ. വളരെ പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസും അതിന്റെ ചെറിയൊരു എക്സ്പ്ലനേഷനും കൂടെയാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പറഞ്ഞത്. കൃത്യമായ രീതിയിൽ നിങ്ങൾക്ക് ഏരിയ മനസ്സിലാക്കിയിട്ട് റെഫർ ചെയ്ത് പഠിക്കാവുന്നതാണ്. അപ്പോൾ GSTയുമായി ബന്ധപ്പെട്ട ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടാതെ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തന്നെ ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ കൊമേഴ്സുമായി ബന്ധപ്പെട്ട എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ ഫ്രണ്ട്സിലേക്കും ഈ വീഡിയോകളൊക്കെ ഷെയർ ചെയ്ത് നൽകുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി, മറ്റൊരു ക്ലാസ്സുമായി, മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു ആൾ.